ഹായ് പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ പേര് ഷാമിൽ. ഞാൻ നിങ്ങളുടെ മാത്സ് ഫാക്കൽറ്റി. 10ാം ക്ലാസ്സിൽ നിന്ന് +1 എത്തിയ സമയത്ത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ് എങ്ങനെയാണ് നമ്മൾ ഓരോ സബ്ജക്റ്റുകളും പഠിക്കേണ്ടത്, എസ്പെഷ്യലി മാത്സ്. 10ാം ക്ലാസ് വരെ നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിച്ച ഒരു സബ്ജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ മാത്സ്, ചില ആൾക്കാർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റും ആയിരിക്കും. അപ്പോൾ 10ാം ക്ലാസ്സിലെ മാത്സും നമ്മളിനി +1 എത്തിയിട്ടുണ്ടല്ലോ, ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന മാത്സും തമ്മിൽ എന്താണ് വ്യത്യാസം? പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറി എന്നുള്ളതാണ്. അതായത് 10ാം ക്ലാസ് വരെ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചാണ് പഠിച്ചതെങ്കിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് NCERT സിലബസ് വെച്ചാണ്. അതാണ് പ്രധാനപ്പെട്ട മാറ്റം. പല സ്കൂളുകളിലും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സ്കൂളുകൾ ടീച്ചേഴ്സ് ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലയിടത്ത് തുടങ്ങിയിട്ടില്ല. അഡ്മിഷൻസ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കംപ്ലീറ്റഡ് ആയിട്ടില്ല. അപ്പോൾ അഡ്മിഷൻസ് ഒക്കെ ബാക്കി കംപ്ലീറ്റ് ആയി നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഫില്ലാകും. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് നമ്മൾ 10ാം ക്ലാസ്സും +1 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറൻസുകൾ കാണാൻ പറ്റും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, +1 മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ +1 മാത്സിന് വേണ്ടിയിട്ട് അതിൻ്റെതായ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ PDF എങ്കിലും സൂക്ഷിക്കുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ബുക്ക് തുറന്നു നോക്കിയാൽ മനസ്സിലാകും. അവിടെ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇതുവരെ കണ്ട രീതിയിലായിരിക്കില്ല. ചോദ്യങ്ങളുടെ ആ ഒരു പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവും, കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. ആൻഡ് ഈ 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ +1 എത്തിയ സമയത്ത് ഒരുപാട് കുട്ടികൾക്കുള്ള പ്രശ്നമാണ് ഈ മീഡിയം. മലയാളം മീഡിയം പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ് അംശം ഛേദം എന്ന് നിങ്ങൾ പഠിച്ചത് ഇവിടെ എത്തുന്ന സമയത്ത് അത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്നായി. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. നിങ്ങൾ അവിടെ എണ്ണൽ സംഖ്യകൾ എന്ന് പഠിച്ചത് +1 ആദ്യത്തെ ചാപ്റ്റർ സെറ്റ്സ് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞായിരിക്കും പഠിച്ചത്. അപ്പോൾ ഇതൊരു പ്രശ്നമാണോ? 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച് ഇനി അങ്ങോട്ട് ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? മാത്സിൻ്റെ കേസിൽ അത് വല്ലാതെ വരാൻ ചാൻസ് ഇല്ല. കാരണം മാത്സിൽ ചില ടേമുകൾ മാത്രമേ മാറൂ. അത് ഓൾറെഡി ചിലതൊക്കെ നിങ്ങൾ പണ്ടും അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവും. മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ചില ടേമുകൾ പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചില ടേമുകൾ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ചോദിക്കുക. സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ട്രബിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് മാറും. ഞാനും മലയാളം മീഡിയം പഠിച്ച ഒരാളായിരുന്നു. എനിക്കും സ്റ്റാർട്ടിങ്ങിൽ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്സിൻ്റെ കേസിൽ അത്ര ഇല്ലായിരുന്നെങ്കിലും ബാക്കിയുള്ള സബ്ജക്റ്റിൽ അത് നല്ലതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മെല്ലെ ഞാനത് ഓവർകം ചെയ്തു. പക്ഷേ ഞാൻ അതിനെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ നിങ്ങളും എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ മലയാളം മീഡിയം പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾ +1 സയൻസ് എടുത്താൽ ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു ബുദ്ധിമുട്ടും ആകില്ല. നിങ്ങൾ ഇതുവരെ എങ്ങനെ പഠിച്ചോ അതേപോലെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെയും പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ മാത്സിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ +1 മാത്സ് 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ള, അതായത് നിങ്ങൾ +1 പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ്. 14 ചാപ്റ്റേഴ്സ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം 11 ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിച്ചത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് 14 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇവിടുത്തെ ചാപ്റ്റേഴ്സിലുള്ള കണ്ടന്റുകളൊക്കെ വളരെ വലുതാണ്. ഓരോ ചാപ്റ്റേഴ്സിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളത് ഒരു കടലാണ്. നമ്മൾ ആ കടലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കണം, നമ്മൾ കടലിലേക്കാണ് ഇറങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളതെന്നാണ്. ഇത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് വരുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് വേണം എന്നുള്ളത്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളായിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സാണ്, രണ്ടാമത്തത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, മൂന്നാമത്തത് ട്രിഗണോമെട്രി, നാലാമത്തത് കോംപ്ലക്സ് നമ്പർ, 5 ലീനിയർ ഇനീക്വാലിറ്റി, 6 പെർമ്യൂട്ടേഷൻ, 7 ബൈനോമിയൽ തിയറം, 8 സീക്വൻസ് ആൻഡ് സീരീസ്, 9 സ്ട്രെയിറ്റ് ലൈൻ, 10 കോണിക് സെക്ഷൻ, 11ാമത്തത് 3D, 12 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, 13 സ്റ്റാറ്റിസ്റ്റിക്സ്, 14 പ്രോബബിലിറ്റി. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ അതിൻ്റെ തൊട്ട് ആ ഒരു കൂടെ നിങ്ങൾക്ക് ഒരു റെഡ് എങ്കിൽ ഒരു മാർക്ക്, ഒരു നമ്പർ രേഖപ്പെടുത്തിയത് കാണാം. ഈ നമ്പർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ +1 ഓരോ ചാപ്റ്റേഴ്സിനും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന വെയിറ്റേജാണ്. നിങ്ങളുടെ +1 മാർക്ക് ഉണ്ടാകുക ടോട്ടൽ, അതായത് പബ്ലിക് എക്സാം ആണല്ലോ നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അത് പബ്ലിക് എക്സാം 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 80ൽ 80 വാങ്ങിയാലാണ് പബ്ലിക് എക്സാം ഉണ്ടാകുക. 80 മാർക്കിനാണെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ടു അറ്റൻഡ് 60 മാർക്ക്, 60 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 60 മാർക്കിൽ 60ഉം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നല്ലതുപോലെ പഠിച്ചാൽ 60ൽ 60 സ്കോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞുതരാം. ഇനി അടുത്ത കാര്യം, പിന്നെ എങ്ങനെ ഈ 80ൽ 80 കിട്ടുക? 20 CE ആണ്. 60 TEയും 20 CEയും രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ ഔട്ട് ഓഫ് 80 അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 80ൽ 80ഉം കിട്ടട്ടെ, അതിനുള്ള
കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. പ്ലസ് ടുവിൽ എത്തുന്ന സമയത്ത് അത് 120 ആവും. 80 തന്നെയാണ് നിങ്ങളുടെ ടിയും സിയും കൂടി കൂട്ടിയിട്ടുണ്ടാകുക. 40 ഒരു ലാബിൻ്റെ മാർക്കും കൂടി വരും. മാത്സിന് ലാബ് ഉണ്ടാകും. വേറൊരു കാര്യം. അപ്പോൾ നിങ്ങളുടെ വെയിറ്റേജുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ വെയിറ്റേജുകൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ട്രിഗണോമെട്രി ഇതിന് 9 മാർക്ക് വെയിറ്റേജ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് കണ്ടോ, അതിന് 9 മാർക്ക് വെയിറ്റേജ്. പിന്നെ 7 മാർക്ക് വെയിറ്റേജുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, അതേപോലെ കോണിക് സെക്ഷൻ, പ്രോബബിലിറ്റി. 7 മാർക്കുള്ള വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. പിന്നെ 6 മാർക്കുള്ള സ്ട്രെയിറ്റ് ലൈൻസ്, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാം. 4 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. 3 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. പ്ലസ് വണ്ണിൽ എന്തുകൊണ്ടാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് 9 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിഗണോമെട്രി ആൻഡ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ 2 ചാപ്റ്റേഴ്സ് കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയുന്നത് ലിമിറ്റ്സും അതേപോലെ ട്രിഗണോമെട്രി ആയിരിക്കും. അത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എന്ന്. അപ്പം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക, ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് പേര് പറയും, ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ ആ ചാപ്റ്റേഴ്സിനെ കൈകാര്യം ചെയ്യണം, പഠിക്കണം. സിമ്പിളാടാ, ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ വെയിറ്റേജ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാ ചാപ്റ്ററും നല്ലതുപോലെ പഠിക്കണം. വെയിറ്റേജ് അനുസരിച്ച് നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും നല്ലതുപോലെ പഠിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വെയിറ്റേജ് നിങ്ങൾക്ക് കാണാം, ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് വരുന്ന സമയത്ത്, നമ്മൾ 10ാം ക്ലാസ്സിൽ ഇങ്ങോട്ട് വന്നതല്ലേ, 10ാം ക്ലാസ് പഠിച്ച ചാപ്റ്റേഴ്സുകളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ ആദ്യം പഠിച്ചിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസ്, അതിൻ്റെ ബാക്കിയാണ് ഇവിടെയുള്ള സീക്വൻസ് ആൻഡ് സീരീസ്. നിങ്ങളവിടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, സമാന്തര ശ്രേണികൾ. അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരും, പക്ഷെ വലിയ കണക്ഷൻ ഒന്നുമില്ല. സീക്വൻസ് എന്ന് പറയുന്ന ടോപ്പിക് അതിൽ ഡിലീറ്റഡ് ആയിരുന്നു, പക്ഷെ അതിൻ്റെ ഹെഡിങ് ചാപ്റ്ററിൻ്റെ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണ്ടത് സർക്കിൾസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യം വരും. അതേപോലെ നിങ്ങൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുള്ള സൈന്, കോസ്, ടാന്, സൈൻ 30, കോസ് 30, കോസ് 60 ഒക്കെ വാല്യൂസ് നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾ കോർഡിനേറ്റ്സ് ജോമെട്രി പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക്, അതായത് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുന്നത്, പോയിന്റ്, അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. പിന്നെ ട്രിഗണോമെട്രിൻ്റെത് ഞാൻ പറഞ്ഞല്ലോ. അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ചിട്ട് നമ്മളെ പല ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോമിലാവും. പിന്നെ അത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. പോളിനോമിയൽസ് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നും നമ്മൾ സോൾവ് ചെയ്യാറുണ്ടായിരുന്നു ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട്. അത് മനസ്സിലാക്കി വെക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ്, അവിടെ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ ചെറിയൊരു കണക്ഷനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് ഇവിടെയും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ ഉള്ളത് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ പഠിച്ച മാത്തമെറ്റിക്സ് ഓഫ് ചാൻസസ് ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ, അതിൻ്റെ ബാക്കി എന്നതുപോലെയാണ് നമ്മുടെ പ്രോബബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ ലൈൻ്റെ ഇക്വേഷനും സർക്കിളിൻ്റെ ഇക്വേഷനൊക്കെ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അതും നമുക്കിവിടെ ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യം, നിങ്ങളവിടെ സോളിഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തൽക്കാലം പ്ലസ് വണ്ണിലില്ല. അത് 10ാം ക്ലാസ്സിലല്ലോ, ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കണക്ഷനായിട്ട് പ്ലസ് വണ്ണിലേക്കും വരുന്നുണ്ട്. ചിലപ്പോൾ അതൊരു കംപ്ലീറ്റ് ചാപ്റ്ററിലേക്കൊന്നും ആയിരിക്കില്ല, നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും അത് യൂസ് ചെയ്യാൻ എന്തായാലും വരും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, നിർബന്ധം. ഇനി 10ാം ക്ലാസ്സിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മാത്സ് പഠിക്കുക? മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ക്ലാസ്സുകൾ കിട്ടും, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ക്ലാസ്സുകൾ കിട്ടും, നമ്മുടെ ആപ്പിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. നിങ്ങൾ ഏത് ക്ലാസ് കേട്ടിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും, ചിലപ്പോൾ ട്യൂഷന് പോകുന്ന കുട്ടികളാണെങ്കിൽ ട്യൂഷന് ക്ലാസ് കിട്ടും. മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടൊരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് എഴുതി തന്നെ പഠിക്കണം. കണ്ടന്റും കാര്യങ്ങളും ചോദ്യം ചെയ്യാനുള്ള മെത്തേഡും രീതികളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും, ഇക്വേഷൻസ് ഒക്കെ അറിയുന്നതായിരിക്കും. പക്ഷേ നിങ്ങളത് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾ വിയർക്കും. ഇത് നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. എക്സാം ആൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് എന്നൊക്കെയുള്ള അനുഭവം തന്നെയായിരിക്കും. നമ്മൾ ചെയ്ത് പഠിക്കാതെ മാത്സ് ഒരിക്കലും പെർഫെക്റ്റ് ആയില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ സില്ലി ആയിട്ട് തള്ളിക്കളയും. പക്ഷേ നമ്മൾ എക്സാമിന് ആൻസർ എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പകുതി എത്തി സ്റ്റക്കാകും, നമ്മളുടെ ആൻസർ തെറ്റും, നമ്മുടെ കോൺഫിഡൻസ് പോകും, പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതലേ മാത്സ് പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കുക. നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആവും. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾ പെർഫെക്റ്റ് ആവും. ഇനി മാത്സിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. എവിടുന്നാ ചോദ്യങ്ങൾ കിട്ടുക? ചോദ്യം കിട്ടാൻ നിങ്ങൾ കൂടുതൽ എവിടെയും പോകണ്ട. ജസ്റ്റ് ഫോളോ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം, അത് കീപ്പ് ചെയ്യണം.
സ്കൂളുകൾ ഫോളോ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കുള്ളതായിരിക്കും, ട്യൂഷൻ സെൻറ്റർ ഫോളോ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും, നിങ്ങൾ എഡ്യൂപോർട്ടിൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കാണ്, എല്ലാവരും ഫോളോ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ പല സ്ഥലത്തു നിന്നും ആ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ സൊല്യൂഷനും പ്രോബ്ലംസും സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നില്ല. ഓക്കെ, പക്ഷെ നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ആപ്പിലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കയറിയവർക്കറിയാം, കണ്ടവർക്കറിയാം, ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും എക്സസൈസും നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും പേടിക്കണ്ട. ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരാറുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഈ ഫിസിക്സ് കെമിസ്ട്രി പോലെയല്ല മാത്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അല്ലെങ്കിൽ ഒരു വാല്യൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റിയിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചാൽ NCERT കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ മാത്സിൽ പെർഫെക്റ്റ് ആണ്. ഇനി വേറൊരു കാര്യം, നിങ്ങളിങ്ങനെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാത്തിൻ്റെ ഒന്ന് ആൻസർ കാണാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് NCERT സൊല്യൂഷൻസ് കിട്ടണം. ഇനിയിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിൽ റിസോഴ്സസിൽ നിങ്ങൾക്ക് NCERT സൊല്യൂഷൻസ് കാണാൻ പറ്റും. പെയ്ഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും, അത് വെച്ച് തന്നെ കൃത്യമായിട്ട് പഠിക്കണം. ആപ്പിൽ ഓൾറെഡി സോൾവ് ചെയ്യുന്നതായിരിക്കും, എന്നാലും അത് കറക്റ്റാണോ ആൻസർ കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് NCERT സൊല്യൂഷൻസ് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ NCERT ഫോളോ ചെയ്യുക, വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി പഠിക്കുക. മാത്സ് സിമ്പിളാണ്. +1 മാത്സ് +2 മാത്സിനെ സംബന്ധിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. +2ൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം മാക്സിമം സ്കോർ നിങ്ങൾ എത്രയാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ അർഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ മാക്സിമം സ്കോർ തന്നെ കിട്ടണം. അത് ഫുൾ മാർക്ക് 80ൽ 80 തന്നെ കിട്ടട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ പഠന ക്രമീകരണങ്ങൾ നിങ്ങൾ മാറ്റണം. അപ്പോൾ നമുക്ക് കാണാം, നിങ്ങളുടെ കൂടെ എഡ്യൂപോർട്ട് ഉണ്ടാകും. എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി, അവർ നിങ്ങളെ വിളിച്ചോളും. എന്നിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനിയുള്ള നിങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞാനും എഡ്യൂപോർട്ടും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണം. ബൈ.